അരുണാചൽ പ്രദേശിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ചൈന ഇറങ്ങിയിരിക്കുകയാണെന്നാണ് പെൻറ്റഗൺ പറയുന്നത്. അമേരിക്കയാണ് പറയുന്നത്. വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമാണോ? വിശ്വസിക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. പെൻറ്റഗൺ റിപ്പോർട്ടിൽ ഇത് പറയുന്നുണ്ട്. കാരണം അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന നമ്മുടെ ചൈന ഇന്ത്യ അതിർത്തി ഭാഗത്ത് എന്നും നമുക്കവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ചൈന. അപ്പോൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നത് ഏത് രാജ്യമാണ് എന്ന് ചോദിച്ചാൽ ചൈന കുറച്ചുകൂടെ വിശ്വസിക്കാൻ കൊള്ളാത്ത, അതായത് ചതിക്കുന്ന ചന്തുവാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്നും വാക്കുപാലിക്കാതെ നിൽക്കുന്ന ഒരാൾ കൂടിയാണ്, ഒരു രാജ്യമാണ് ചൈന. ചൈനയ്ക്ക് ഇതിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. അവരുടെ ദി ഗ്രേറ്റ് റിജുവിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അതിൽ പറയുന്നത് 2049 ആഗോളതലത്തിൽ നമ്പർ 1 ആവുക ചൈന എന്നുള്ളതാണ് ഷീ ജിൻപിങ്ങിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ലക്ഷ്യം. അതിലൂന്നി തന്നെയാണ് ഇപ്പോൾ ചൈന മുന്നോട്ട് പോകുന്നതും. ആ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് ഇവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഭൂമി അല്ലെങ്കിൽ ഭൂപ്രദേശമായിട്ട് മാറുന്നത്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടേതാണ് എന്നതിൽ തർക്കമൊന്നുമില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തായ്വാൻ പിടിക്കുക എന്നുള്ളതാണ്. തായ്വാൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ചൈന അരുണാചലിൽ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പറയുമ്പോൾ ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയ താല്പര്യം എന്ന് പറയും, അതായത് കോർ ഇൻട്രസ്റ്റ് എന്ന് പറയും. അതിൽ നേരത്തെ ഉണ്ടായിരുന്നത് ടിബറ്റും തായ്വാനുമായിരുന്നു. ഇപ്പോൾ പുതിയ റിപ്പോർട്ട് പ്രകാരം അരുണാചൽ ആ ഭാഗത്തെ കൂടി ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗത്തെ ഉൾപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അവർ അത് വിട്ട് കളിക്കാനായിട്ട് യാതൊരു തരത്തിലുമുള്ള നീക്കങ്ങൾ അവർ നടത്താൻ തയ്യാറല്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചൈന തായ്വാനിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ US-ഉം സഖ്യകക്ഷികളും സ്വാഭാവികമായിട്ടും ചൈനയ്ക്ക് നേരെ തിരിയും. അപ്പോൾ അവിടെ സ്വാഭാവികമായും ഇവർ എന്ത് ചെയ്യും? അരുണാചൽ പ്രദേശത്ത് ആ ഭാഗത്ത് ഒരു സൈനിക നീക്കമൊക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധ രണ്ടായി തിരിയും. തായ്വാനിൽ നിന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലേക്കായിരിക്കും. ഇന്ത്യയുടെ അതിർത്തിയിൽ ചൈന നീക്കം നടത്തുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ ലോകം മുഴുവൻ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ നീക്കമായിരിക്കും. ആ സമയത്ത് തായ്വാനെ ആക്രമിക്കാം എന്നുള്ള ഒരു പദ്ധതി കൂടി ഇതിന് പിന്നിലുണ്ട്. തായ്വാൻ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇത് എളുപ്പമാക്കുമെന്ന് കൂടി പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുൻനിർത്തിക്കൊണ്ടാണ് ഇവർ പോകുന്നത്. മറ്റൊരു കാര്യം, രണ്ട് മുന്നണി യുദ്ധം എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട് ഇവർക്ക്. പാക് ചൈന ബന്ധം എന്ന് പറയുന്നത് അത് ഇന്ത്യക്ക് ഭീഷണി തന്നെയാണ്. അപ്പോൾ തായ്വാൻ വിഷയത്തിൽ ചൈനയെ ഇന്ത്യ എതിർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അരുണാചലിലൂടെയും പാക്കിലൂടെയും ചൈനയ്ക്ക് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈ അരുണാചൽ പ്രദേശിലൂടെ ഏഷ്യയിൽ ആധിപത്യം ഉറപ്പിക്കുക എന്ന് പറയുന്നത് ദീർഘനാളായിട്ടുള്ള ചൈനയുടെ വലിയൊരു ലക്ഷ്യമാണ്. അതിനൊരു കേവലം നമുക്കൊരു അതിർത്തി തർക്കമായിട്ട് നമ്മളിത് അതിർത്തി തർക്കം എന്ന് പറയുന്നത് നിസ്സാരവൽക്കരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും നിസ്സാരവൽക്കരിക്കുക എന്നും പറയാൻ പറ്റില്ല. നമ്മൾ അതിനെ അതിർത്തി തർക്കം എന്നാണ് പൊതുവിൽ പറയുന്നത്. പക്ഷേ ചൈനയുടെ ലക്ഷ്യം ഏഷ്യ തന്നെയാണ്. അപ്പോൾ ഏഷ്യയുടെ ബോസായിട്ട് മാറാനായിട്ട് ചൈനയ്ക്ക് വളരെ നാൾ മുമ്പ് തന്നെ ആഗ്രഹമുണ്ട്. അതിൻ്റെ ബാക്കി പത്രമാണ്. അതുവഴി അരുണാചൽ വഴി ചൈന ലക്ഷ്യമിടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ടിബറ്റിൻ്റെ മേലുള്ള അധികാരം ഉറപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചൈനയുടെ പക്കലുള്ള ടിബറ്റിൻ്റെ ആത്മീയവും സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അത് അരുണാചലിലെ തവാങ്ങുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമുക്കറിയാം ദലായി ലാമയുടെ കാര്യമൊക്കെ നമുക്കറിയാം. ദലായി ലാമ ജനിച്ചത് തവാങ്ങിലാണ്. അപ്പോൾ അരുണാചൽ പിടിച്ചെടുക്കുന്നതിലൂടെ ടിബറ്റിലെ ബുദ്ധമതത്തിന്മേൽ പൂർണ്ണമായിട്ടുള്ള ഒരു പിടുത്തം ചൈനയ്ക്ക് നടത്താനായിട്ട് സാധിക്കും. മാത്രമല്ല ഭാവിയിൽ ഇന്ത്യയിൽ നിന്ന് ഒരു ദലായി ലാമ ഉയർന്നു വരുന്നത് തടയാനും ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ടിബറ്റിനെ പൂർണ്ണമായിട്ടും മെരുക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ കഴിഞ്ഞയിടക്കും ദലായി ലാമ വിഷയത്തെ ചൊല്ലി ഇന്ത്യയും ചൈനയും തമ്മിൽ പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് പ്രസ്താവനകളൊക്കെ വന്ന് കുറച്ച് അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ഒരു പരിധി വരെ ചെറുക്കാനായിട്ട് ചൈനയ്ക്ക് കഴിയും. മറ്റൊന്ന്, ദക്ഷിണേഷ്യ മാത്രമായിട്ട് ഇന്ത്യയെ തളച്ചിടുക. ഈ വളർന്നു വരുന്ന പവറാണല്ലോ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയെ എങ്ങനെയെങ്കിലും പിന്നോട്ടടിക്കുക. അമേരിക്ക നേരിട്ട് ആക്രമിക്കുന്ന അല്ലെങ്കിൽ നേരിട്ടൊരു ശീതയുദ്ധം അല്ലെങ്കിൽ ഒരു താരിഫ് യുദ്ധമൊക്കെ നടത്തിക്കൊണ്ട് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ പിൻവഴിയിലൂടെ ഇന്ത്യയെ തകർക്കുക, അതായത് ഇന്ത്യയുമായിട്ട് ഇപ്പോൾ സഖ്യത്തിലാണ് താനും, എന്നാൽ ഇന്ത്യയെ തകർക്കുകയും വേണം. ഈ ഒരു ലക്ഷ്യവുമായിട്ട് കൂടി അവിടെ ചൈന മാറുന്നുണ്ട്. അപ്പോൾ അരുണാചലിൽ
നിരന്തരം പ്രശ്നമുണ്ടാക്കുന്നതിലൂടെ ഇന്ത്യയുടെ ശ്രദ്ധ, സാമ്പത്തികപരമായിട്ടുള്ള ലാഭം, അതെല്ലാം തന്നെ സൈനികപരമായിട്ടുള്ള ചെലവുകൾക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമുക്കറിയാം, ഒരു 4 ദിവസത്തെ ഒരു ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ തന്നെ നമുക്ക് അതായത് പ്രതിരോധം ഭാഗത്ത് നിന്ന് നമുക്ക് ഒരുപാട് പൈസ നഷ്ടമുണ്ടാകുന്നുണ്ട്. യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രാജ്യത്തിന് ഗ്രോത്ത് ഉണ്ടാക്കുന്നതല്ല, എന്നും അതൊരു ഇടിവുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് അതുവഴി ആയുധ വിൽപ്പനയിൽ നമുക്ക് ഒരു മേൽക്കൈ നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും എക്സ്ട്രാ പൈസ അവിടെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അവിടെ വരുന്നുണ്ട്. ഇന്ത്യയെ സ്വന്തം അതിർത്തി സംരക്ഷിക്കുന്ന തിരക്കിലാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദക്ഷിണ ചൈന കടലിലോ അല്ലെങ്കിൽ പസഫിക് മേഖലയിലോ ചൈനയെ എതിർക്കാനായിട്ട് ഇന്ത്യക്ക് കഴിയില്ല എന്നുള്ള ഒരു കണക്ക് കൂട്ടൽ കൂടി ചൈനയ്ക്ക് ഉണ്ട്. മറ്റൊരു കാര്യം, ഈ ജലയുദ്ധം നമുക്കറിയാം. സിന്ധു നദീജല കരാറ് ഏറ്റവും ഒടുവിൽ ക്ഷമ കെട്ടിട്ടാണ് ഇന്ത്യ അത് പാകിസ്ഥാനുമായിട്ടുള്ള ആ കരാറ് നമ്മൾ റദ്ദാക്കുന്നത്. അപ്പോൾ തന്നെ പറയും, ജലം കൊണ്ടും യുദ്ധം ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുത്തു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു ത്രെട്ട് ഇന്ത്യക്ക് വരാനും സാധ്യതയുണ്ട്. കാരണം ഏഷ്യയുടെ പ്രധാനപ്പെട്ട നദികളെല്ലാം തന്നെ ഉത്ഭവിക്കുന്നത് ടിബറ്റിൻ്റെ പീഠഭൂമിയിൽ നിന്നാണ്. അപ്പോൾ അരുണാചലിലൂടെ ഒഴുകുന്ന ബ്രഹ്മപുത്രയുടെ നിയന്ത്രണം കൈക്കലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിലവിൽ ഇന്ത്യ അവിടെ ഒരു തുരങ്കം നിർമ്മിക്കുന്നുണ്ട്. ബ്രഹ്മപുത്ര നദിക്ക് അടിയിലൂടെ ഒരു തുരങ്കം നിർമ്മിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത്. അസമിൽ നിന്ന് അരുണാചലിലേക്ക് സൈന്യത്തെ വേഗത്തിൽ എത്തിക്കാനാണ് ഈ ഒരു തുരങ്കം നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഭാഗം കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ അതവിടെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ചൈനയ്ക്ക് സാധിക്കും. അപ്പോൾ വെള്ളത്തെ പ്രധാനമായിട്ടുള്ളൊരു ആയുധമായിട്ട് ഉപയോഗിക്കാൻ ഇവിടെ നമ്മൾ എങ്ങനെ പാകിസ്ഥാന് നേരെ ഇത് ചെയ്തുവോ ആ രീതിയിൽ ചൈനയ്ക്ക് നമ്മുടെ നേരെ ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊന്ന്, ഭൂട്ടാനെ സമ്മർദ്ദത്തിലാക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ അരുണാചലിൽ ചൈന പിടിമുറുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭൂട്ടാൻ 3 വശങ്ങളിൽ നിന്നും ചൈനയുടെ ഭീഷണിയിലാകും. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള സുഹൃത്തുക്കളെ ഇന്ത്യയിൽ നിന്ന് അകറ്റുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇതിന് പിന്നിൽ വരുന്നുണ്ട്. കൂടാതെ അമേരിക്ക സഖ്യകക്ഷിയായിട്ടുള്ള ഇന്ത്യ സ്വന്തം അതിർത്തിയിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ഇന്ത്യക്ക് അപമാനകരമാവുന്ന രീതിയിലേക്കുള്ളതായിരിക്കും. ഇന്ത്യയുടെ ഇതുവരെയുള്ള ഒരു മേൽക്കോയ്മ അല്ലെങ്കിൽ ഒരു ആധിപത്യം സ്ഥാപിക്കുന്നതിന് പിന്നോട്ടടിക്കുന്ന തരത്തിലേക്ക് ഇത് മാറും. അതായത് പൂർണ്ണമായിട്ടും അരുണാചൽ എന്ന് പറയുന്നത് ഏഷ്യയിലേക്കുള്ള ചൈനയുടെ ഗേറ്റ് വേ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. നമുക്കറിയാം, ഏത് നിമിഷവും ചൈനയുടെ മനംമാറ്റം ഉണ്ടാകാം, ചൈന പിന്നിലൂടെ കുത്താം, അല്ലെങ്കിൽ എന്തെങ്കിലും നീക്കം നടത്താമെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. നമ്മളങ്ങനെ എല്ലാവരും ചൈനയുമായിട്ട് കൂട്ടുകൂടുന്ന സമയത്തൊക്കെ പറഞ്ഞു, ചൈനയായിട്ട് അത്രയും ദോസ്ത് വേണോ എന്നുള്ളതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നത് കണ്ടതാണ്. അപ്പോൾ ചൈനയുമായിട്ട് സൗഹൃദത്തിലാകുമ്പോഴും അത് നയതന്ത്രപരമായിട്ട് നമ്മുടെ വാണിജ്യ താല്പര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ കാര്യങ്ങൾ. പക്ഷേ ഇത്തരത്തിലുള്ള രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് കൃത്യമായ നിലപാടുകളുണ്ട്. അപ്പോൾ അവിടെ വലിയ രീതിയിൽ തന്നെ നമ്മൾ അരുണാചൽ അതിർത്തിയിൽ റെക്കോർഡ് വേഗത്തിലാണ് നമ്മൾ സൈനിക നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെയൊക്കെ പിന്തുണ ഈ ഒരു കാര്യത്തിൽ നമുക്ക് വലിയ രീതിയിൽ തന്നെ ഉണ്ട്. കാരണം അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ കൃത്യമായി പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, അരുണാചൽ പ്രദേശ് ഇന്ത്യയുടേതാണ്, അതിൽ യാതൊരു തർക്കവും വേണ്ട എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ തായ്വാനെ ആക്രമിക്കാനായിട്ട് ചൈന നടത്തുന്ന ഒരു നീക്കം, അതിന് എതിരെ നിൽക്കാനായിട്ട് നമ്മൾ ക്വാഡ് പോലുള്ള കൂട്ടായ്മകളിലൂടെ നമ്മൾ ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ നടത്തുന്ന മറ്റു ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സേല ടണലാണ്. അത് ഏതാണ്ട് ഒരു 13,000 അടി ഉയരത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു തുരങ്കമാണ്. ആ തുരങ്കത്തിലൂടെ ഏത് കാലാവസ്ഥയിലും നമുക്ക് സൈനിക നീക്കം നടത്താം. തവാങ്ങിലേക്ക് നീങ്ങാം, ദലൈലാമയുടെ ജന്മസ്ഥലമായിട്ടുള്ള ആ തവാങ്ങിലേക്ക് നീങ്ങാം. അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, അരുണാചൽ അതിർത്തിയോട് ചേർന്ന് 2000 കിലോമീറ്റർ ഹൈവേ, ഫ്രോണ്ടിയർ ഹൈവേ, അത് നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അരുണാചൽ പ്രദേശ് എത്രത്തോളം ചൈനയ്ക്ക് പ്രധാനമാണ് എന്ന് അവർ വിചാരിക്കുന്നുവോ അത്രത്തോളം തന്നെ ഒരുപക്ഷെ അതിലേറെ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൈനയുടെ ഈ ഒരു നീക്കം പെന്റഗൺ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ
മണത്തറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾക്കൊക്കെ ഇതറിയാൻ ഉള്ള സാധ്യതകളുണ്ട്. അവർ അറിയിക്കുന്നുണ്ട്, അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിട്ടും ഇത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിക്കുമ്പോൾ അമേരിക്കയെ നമ്മൾ പറഞ്ഞു, ചൈനയെ വെച്ച് നോക്കുമ്പോൾ അമേരിക്കയെ പിന്നെയും വിശ്വസിക്കാം. പക്ഷേ അമേരിക്കയ്ക്കും ഇന്ത്യ ഉയർന്നു വരിക എന്ന് പറയുന്നത് അത്ര സന്തോഷമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ സ്വാഭാവികമായും നമ്മളെ ഒരു ആശങ്കയിൽ ആഴ്ത്തുക എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഒരു റിപ്പോർട്ട് വരുമ്പോൾ നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും നമ്മുടെ സംവിധാനങ്ങളെല്ലാം തന്നെ കൃത്യമായ സൈനിക നീക്കങ്ങൾ ഉൾപ്പെടെ അവിടെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല.